നാടൻ കോഴിത്തോരൻ കിട്ടുന്ന ആര്യനാടുള്ള ശംഭു ശങ്കരനും 2 രൂപയ്ക്ക് ദോശയും 60 രൂപയ്ക്ക് ബീഫും പിന്നെ നാടൻ കോഴി പെരട്ടൊക്കെയുള്ള കള്ളിക്കാട്ടുള്ള ഓമനമ്മയുടെ കടയൊക്കെ വ്ളോഗ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 സ്ഥലങ്ങളാണ്. വില കുറവുള്ളത് കൊണ്ട് മാത്രമല്ല, ഭക്ഷണത്തിന്റെ രുചിയും ഇവരുടെയൊക്കെ പെരുമാറ്റത്തിന്റെ സൗമ്യതയൊക്കെ നമുക്ക് ഇഷ്ടം കൂടാനുള്ള ഒരുപാട് കാരണങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവുമെങ്കിലും വട്ടിയൂർക്കാവ് കുലശേഖരത്തുള്ള ശ്രീത്തേട്ടന്റെ കടയിലെ ഇന്നലത്തെ ബീഫിന്റെ രുചി എനിക്ക് ഇന്നും മായാത്തൊരു ഓർമ്മയാണ്. 50 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒരാൾക്കിന്ന് പട്ടിണിയില്ലാതെ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം. ഞാനിപ്പോൾ എന്തിനാണ് ഇതെല്ലാം കൂടെ പറയുന്നതെന്നല്ലേ, ഇന്നൊരു സന്തോഷമുള്ളൊരു വാർത്ത കേട്ടു. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. 64,000-ത്തിലധികം കുടുംബങ്ങളെയാണ് നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് പുതിയൊരു ജീവിതം നൽകിയിട്ടുള്ളത്. ഈ വരുന്ന നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും ഒക്കെ പങ്കെടുക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ചടങ്ങാണത്. ഓരോ മലയാളിക്കും ഇനി അഭിമാനിക്കാം.